ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. നവോത്ഥാന നായകന്മാർ പ്രധാനപ്പെട്ട നടന്ന സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, പ്രക്ഷോഭങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ കേരള ഹിസ്റ്ററി, പിന്നെ കേരളത്തിലെ ആദ്യത്തെ നിയമസഭ, പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, മുഖ്യമന്ത്രിമാർ, അവരെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ അത് പോയി കാണാം കേട്ടോ. അതിൻ്റെയൊക്കെ എല്ലാ വീഡിയോകളും നമ്മളൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ തീർച്ചയായും അത് പോയി ക്ലിക്ക് ചെയ്ത് ഓരോന്നും കാലഗണനയ്ക്ക് അനുസരിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഈ നവോത്ഥാനത്തെ പറ്റി ചില പ്രധാന വസ്തുതകൾ, അതായത് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാം വിട്ടുപോയതോ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാധാന്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചില പോയിന്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. കുറച്ച് പോയിന്റുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് അങ്ങനെ ഒരു എക്സ്ട്രാ ക്ലാസ് പോലെ തന്നിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതല്ലാതെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ചുകൂടി പോയിന്റുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലല്ല, അവിടെ പറയാത്ത ചില പോയിന്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും പുസ്തകം എല്ലാത്തിൽ നോട്ട്സ് പോലെ എഴുതിയെടുത്ത വ്യക്തികളുണ്ടെങ്കിൽ ഓരോ ആൾക്കാരെ പറ്റി പറയുമ്പോൾ അവരുടെ പേജ് എടുത്ത് ഈ പോയിന്റുകളും കൂടി എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് സമയം കളയാതെ എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് കടക്കാം. ഇവിടെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക കാലഗണനയൊന്നും ഞാൻ പാലിച്ചിട്ടില്ല. മറിച്ച് എന്ത് ചെയ്യുക, നമ്മൾക്ക് പോയിന്റിനനുസരിച്ചിട്ടാണ് ഇവിടെ ഓരോ പോയിന്റുകളായിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്നു, അത്രേ ഉള്ളൂ. നോക്കൂ, ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. നെടുവ തനനൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുറുമ്പൻ ദൈവത്താനാണ് ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത്. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താനെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താനാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ വനിത രമാ തമ്പുരാട്ടി. പാലിയം സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിവിടെ പറയുന്നത്. പാലിയം സത്യാഗ്രഹത്തിന്റെ വനിതയായി അറിയപ്പെടുന്നത് രമാ തമ്പുരാട്ടിയാണ്. സാധുജനദൂതൻ, ചെറുമ ബോയ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാഗസിനുകൾ ആരുടെയാണ്? പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചാണ്. ജോൺ ജോസഫ് സ്ഥാപിച്ച മാഗസിനുകളാണ് സാധുജന ദൂതൻ, ചെറുമ ബോയ് എന്നിവ. ഈ ചെറുമ ബോയ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ചേരമാൻ മഹാജനസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് തന്നെയാണ്. ചേരമൻ മഹാജനസഭ പാമ്പാടി ജോൺ ജോസഫ്. ചേരമൻ മഹാജനസഭ പാമ്പാടി ജോൺ ജോസഫാണ് സ്ഥാപിച്ചത്. ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ആദ്യ ശാഖ കോഴിക്കോട്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ ആദ്യ ശാഖ വന്നത് കോഴിക്കോടാണ്. കേരള ബ്രഹ്മസമാജത്തിന്റെ പിതാവ് അയ്യത്താൻ ഗോപാലാണ്. കേരള ബ്രഹ്മസമാജത്തിന്റെ പിതാവ് അയ്യത്താൻ ഗോപാലൻ. റാവു സാഹിബ് എന്ന ബഹുമതി ബ്രിട്ടീഷുകാരിൽ നിന്നും നേടിയത് അയ്യത്താൻ ഗോപാലാണ്. റാവു സാഹിബ് എന്ന ബഹുമതി ബ്രിട്ടീഷുകാരിൽ നിന്നും നേടിയത് അയ്യത്താൻ ഗോപാലനാണ്. ദേശാഭിമാനി പത്രം 1915 ഇന്നത്തെ ദേശാഭിമാനി പത്രം തുടങ്ങിയത് TK മാധവനാണ്. അതിൻ്റെ ആദ്യ ചീഫ് എഡിറ്റർ നാരായണൻ ആയിരുന്നു. ഓക്കെ, ദേശാഭിമാനി പത്രം തുടങ്ങിയത് TK മാധവനാണ്. എന്നാൽ ആദ്യത്തെ ചീഫ് എഡിറ്റർ നാരായണൻ എന്ന വ്യക്തിയായിരുന്നു. ദ്രാവിഡ ദളിതൻ എന്നറിയപ്പെട്ടത് പൊയ്കൽ യോഹന്നാൻ പഠിച്ചപ്പോൾ നമ്മൾ ഈ പോയിന്റ് പഠിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഓർത്തിരിക്കുക. ദ്രാവിഡ ദളിതൻ എന്നറിയപ്പെട്ടത് പൊയ്കൽ യോഹന്നാനാണ്. ബ്രഹ്മധർമ്മ എന്ന കൃതിയാണ് ബ്രഹ്മസമാജത്തിലെ ബൈബിളായി കണക്കാക്കുന്നത്. ഇത് ദേവേന്ദ്ര ടാഗോറിൻ്റെതാണ്. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ്. ഓക്കെ, ബ്രഹ്മധർമ്മ എന്ന കൃതിയാണ് ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ബൈബിളായിട്ട് കണക്കാക്കുന്നത്. ധർമ്മ എന്നറിയപ്പെടുന്ന ആ കൃതി എഴുതിയത് ദേവേന്ദ്ര ടാഗോറാണ്. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ബൈബിൾ ഓഫ് മലയാളം ജേർണലിസം എന്നറിയപ്പെടുന്നത് സ്വദേശാഭിമാനിയുടെ വൃത്താന്ത പത്രപ്രവർത്തനം എന്ന കൃതിയാണ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന വ്യക്തി, അദ്ദേഹം ഒരു ജേർണലിസത്തെ പറ്റിയിട്ടുള്ളൊരു കൃതി എഴുതിയിട്ടുണ്ട്, വൃത്താന്ത പത്രപ്രവർത്തനം എന്നുള്ള കൃതി. അതാണ് ബൈബിൾ ഓഫ് മലയാള ജേർണലിസം എന്ന് അറിയപ്പെടുന്നത്. ബൈബിൾ ഓഫ് തിയാസ് എന്നറിയപ്പെടുന്നത് ഒരുപാട് തെറ്റുകളുണ്ട് അല്ലേ, മുഖോർത്ത് കുമാരൻ്റെ മിതവാദി മാഗസിനാണ്. ബൈബിൾ ഓഫ് തിയാസ് അല്ല തിയാസ്
നമ്മൾ ഈ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോഴുള്ള ഓരോ മിസ്റ്റേക്കുകളാണ്, ഞാൻ എക്സ്ക്യൂസ് പറയല്ല, സോറി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും തെറ്റിദ്ധരിച്ച് തന്നെ വായിക്കുക. ബൈബിൾ ഓഫ് തിയാസ് എന്നറിയപ്പെടുന്നത് മുക്കോർത്ത് കുമാരൻ്റെ മിതവാദി എന്ന മാഗസീനാണ്. കൃഷ്ണൻ എന്ന വ്യക്തിയുടെ സഹായം കൂടി ഉണ്ടായിരുന്നു ഈ മിതവാദി പത്രത്തിൻ്റെ അല്ലെങ്കിൽ മാഗസീൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിന് കേട്ടോ. ഇനി കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരനാണ്. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് KEMS എന്നൊന്നും എഴുതി വെച്ചേക്കരുത്. കേരള മാർക്സ് എന്നറിയപ്പെടുന്നത് കെ ദാമോദരൻ ആണ്. ഇനി റെഡ് ലൂക്കോസ് ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റെഡ് അല്ല, റിട്ടി ലോക്കോസ് എന്ന വ്യക്തി ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റിട്ടി ലൂക്കോസ്, ഇത് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പോയിന്റാണ്. റിട്ടി ലൂക്കോസ് എന്ന വ്യക്തി ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവും മൈസൂരിൽ ജയിൽ സൂപ്രണ്ടുമായൊക്കെ സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവും മൈസൂരിൽ ജയിൽ സൂപ്രണ്ടുമായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ്. തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം മദ്രാസ് മെയിൽ എന്ന പത്രത്തിൽ എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ്. മാതാ പെരുമാൾ പൽപ്പുവിൻ്റെ അമ്മ ആയിരുന്നു. 1904 രൂപീകൃതയായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ. ഇതിപ്പോൾ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാതാ പെരുമാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ അമ്മ. അവരായിരുന്നു 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ. ഇന്ത്യ ചക്രവർത്തി യോഗക്ഷേമ കുഴി എന്ന തലക്കെട്ട് കവിത എഴുതിയത് യോഗിനി മാതാവ്, അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യയാണ് യോഗിനി മാതാവ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയായ യോഗിനി മാതാവ് എന്ന വ്യക്തിയാണ് ഇന്ത്യ ചക്രവർത്തി യോഗക്ഷേമ കുഴി എന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ടൈറ്റിലാണ് അല്ലേ. എന്നാലും ഇന്ത്യ ചക്രവർത്തി യോഗക്ഷേമ കുഴി എന്ന തലക്കെട്ടിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഓക്കെ. മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ജനുവരി 2 മന്നം ജയന്തി കേരള സർക്കാരിലെ പൊതു അവധിയാണ്. കരയുന്നവനെ ജീവിക്കാനുള്ള ഇടമല്ല അല്ലെങ്കിൽ ലോകമല്ല ഇത്, പൗരുഷത്തോടു കൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? മന്നത്ത് പത്മനാഭൻ. കരയുന്നവനെ ജീവിക്കാനുള്ള ലോകമല്ല ഇത്, പൗരുഷത്തോടു കൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. 1984 സമദർശിനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് കെ കേളപ്പൻ. കെ കേളപ്പനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞിട്ടില്ല. 1954 സമദർശിനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു കെ കേളപ്പനായിരുന്നു. കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് മകൾക്ക് ഗോമതി എന്ന പേര് കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഈ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഒന്നായി കണ്ടുകൊണ്ട് തൻ്റെ മകൾക്ക് ഗോമതി എന്ന് പേര് കൊടുത്ത നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നോക്കൂ, അടുത്ത വ്യക്തി ആരാന്ന് നോക്കാം. കെ കേളപ്പൻ്റെ പ്രസംഗത്തെക്കുറിച്ച് AKG ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. കെ കേളപ്പൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് AKG ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: രണ്ടു ചിന്താധാരകൾ തമ്മിൽ മനസ്സിൽ സംഘട്ടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം, ഈ ഒരു കൊട്ടേഷൻ തന്നിട്ട് പറയാം, രണ്ടു ചിന്താധാരകൾ തമ്മിൽ മനസ്സിൽ സംഘട്ടനം ആരംഭിച്ചതിനാൽ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇത് ആരെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ്? ഇത് AK ഗോപാലൻ കെ കേളപ്പൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാണ്. ഓക്കെ. എൻ്റെ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കരിങ്കല്ലായി തന്നെ അല്ലെങ്കിൽ കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ഇതാരാ പറയുന്നത്? VT ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണിത്. എൻ്റെ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായി. ഇത് പറയുന്നത് VT ഭട്ടതിരിപ്പാടാണ്. 1968 സാമൂഹിക പരിഷ്കരണ ജാഥ മിശ്ര വിവാഹ പ്രചരണത്തിന് വേണ്ടി നയിച്ചത് VT ഭട്ടതിരിപ്പാട് ആയിരുന്നു. 1960 സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി മിശ്ര വിവാഹ പ്രചാരണത്തിനുമായിട്ടൊക്കെ സാമൂഹിക പരിഷ്കരണ ജാഥ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ആണ്. VT നമ്മൾ ഈ വോയിസ് ടൈപ്പിംഗ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണിത് കേട്ടോ. VT ആണ്. അന്തർജന സമാജം, അതുപോലെ തന്നെ ബഹുമത സമൂഹം എന്നിവയൊക്കെ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. ഇടക്കുന്നി എന്ന സ്ഥലത്താണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി. അപ്പം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള
എന്നുള്ള നാടകത്തെ പറ്റി പ്രതിയാണ് നമ്മൾ വീട്ടി ഭട്ടതിരിപ്പാടിനെ പലരും അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇടക്കുന്നി എന്ന സ്ഥലത്താണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി പ്രദർശിപ്പിച്ചത്, അല്ല ആദ്യമായി അവതരിപ്പിച്ചത്. യോഗക്ഷേമ സഭയുടെ 22ാം വാർഷികത്തിൽ അവതരിപ്പിച്ച നാടകമാണ് സ്മാർത്ത വിചാരണ. അതും വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ തന്നെയാണ്. യോഗക്ഷേമ സഭയുടെ 22ാം വാർഷികത്തിൽ അവതരിപ്പിച്ച നാടകം. ഇതൊക്കെ ചോദ്യം ചോദിക്കാവേ, ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുമെന്നൊക്കെ നമുക്ക് നോക്കും. പക്ഷേ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലൊക്കെ മാക്സിമം ആളുകൾ തോപ്പിക്കുക എന്നുള്ള ഒരു ഇതിനകത്തൊക്കെ ആയിരിക്കും PSC എഴുതേണ്ടാവുക. അപ്പോൾ യോഗക്ഷേമ സഭയുടെ 22ാമത്തെ വാർഷികത്തിൽ അവതരിപ്പിച്ച നാടകമാണ് സ്മാർത്ത വിചാരണ, വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ. വീട്ടി ഭട്ടതിരിപ്പാട് സ്കൂളിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി എന്ന മാസിക കല്ലച്ചിൽ അച്ചടിച്ചിറക്കി. അതായത് കല്ലച്ചിൽ നിന്ന് അച്ചടിക്കാനുള്ള അച്ച് എന്ന് പറയുന്നത് കല്ലിൽ തീർത്തതായിരുന്നു. അങ്ങനെ കല്ലച്ചിൽ അച്ചടിച്ചിറക്കി വിദ്യാർത്ഥി എന്ന മാസിക സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടി ഭട്ടതിരിപ്പാട്. സുജന നന്ദിനി എന്ന പത്രം തുടങ്ങിയത് പറവൂർ കേശവാശാൻ പറവൂരിൽ വെച്ച് 1891 സുജന നന്ദിനി എന്ന പത്രം തുടങ്ങിയത്. പറവൂർ കേശവ ആശാൻ പറവൂരിൽ വെച്ച് 1891. കേരള ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞുകൃഷ്ണൻ നായർ ആണ്. കേരള ഗാന്ധി ആരാണ്? കേളപ്പനാണ്. ഓക്കെ. അപ്പോൾ കേരള മാർക്സ് ആരാന്ന് നമ്മൾ പഠിച്ചു, ദാമോദരൻ. അപ്പോൾ കേരള ജവഹർലാൽ നെഹ്റു എന്നറിയപ്പെടുന്നത് ആരാണ്? കോട്ടൂർ കുഞ്ഞുകൃഷ്ണൻ നായർ. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന നോവൽ രചിച്ചത് MP മുഹമ്മദാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന നോവൽ രചിച്ചത് MP മുഹമ്മദ്. സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്ന പത്രം തുടങ്ങിയത് ചെമ്പകരാമൻ പിള്ള. പെട്ടെന്ന് നമ്മൾ ചിന്തിച്ച് കളഞ്ഞേക്കരുത് കേട്ടോ. വേറെ ഏതെങ്കിലും നാഷണൽ നേതാക്കന്മാരായിരിക്കും സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ പത്രം തുടങ്ങിയത്. സൂറിച്ചിലൊക്കെ പോയിട്ട് തുടങ്ങണമെങ്കിൽ മിക്കത് ഒരു നാഷണൽ നേതാവായിരിക്കുമല്ലോ എന്നൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് ചിന്തിക്കുക. എന്നാൽ സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്ന പത്രം തുടങ്ങിയത് ചെമ്പകരാമൻ പിള്ളയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി, നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി, നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആണ്. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. ചിന്തിച്ച് കളഞ്ഞേക്കരുത് തിരുവനന്തപുരത്താണെന്ന്. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നവി മുംബൈ, മഹാരാഷ്ട്രയിലാണ്. നവി മുംബൈയിലാണ്, മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചില വസ്തുതകളായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുക, ഓർത്തിരിക്കുക. റിവിഷൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഈ പോയിന്റുകളിലൂടെ കടന്നു പോവുക. ഇതിന് മുന്നേ ഏതെങ്കിലും വിട്ടുപോയ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതൊക്കെ ഉൾപ്പെട്ട ഒരു ലിങ്ക്, ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിട്ടുപോയ ഏത് ഏത് വീഡിയോ ആയാലും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.